ഒലിവിൻ ചില്ലകളുമേന്തി രക്ഷകനെ വരവേൽക്കാൻ അവിടുത്തെ മണവാട്ടിയായ തിരുസഭ ആനന്ദഭരിതമായ ഹൃദയത്തോടെ ഒരുങ്ങിയിരിക്കുന്നു. വചനം നമ്മോട് പറയുന്നു, സിയോൻ പുത്രി അതിയായി ആനന്ദിക്കുക, ജെറുസലേം പുത്രി ആർപ്പ് വിളിക്കുക. ഇതാ നിന്റെ രാജാവ് നിന്റെ അടുക്കലേക്ക് വരുന്നു. അവൻ പ്രതാപവാനും ജയശാലിയുമാണ്. അവൻ വിനയാന്വിതനായി കഴുതക്കുട്ടിയുടെ പുറത്ത് കയറി വരുന്നു. സർവശക്തനായ ദൈവവും അത്യുന്നതനായ രാജാവുമായിരുന്നിട്ടും തൻ്റെ മഹിമയും പ്രതാപവും ഉപേക്ഷിച്ച് ലാളിത്യത്തിൻ്റെ വഴിയിലൂടെ കടന്നുവരുന്ന അവിടുത്തെ സാന്നിധ്യം ഹൃദയങ്ങളെ സ്പർശിക്കുന്നു. ഓരോ ചുവടിലും സമാധാനം പകരുന്ന ദൈവിക സാന്നിധ്യം. അന്ന് ജെറുസലേം കവാടങ്ങൾ കടന്ന് ഇസ്രായേൽ മക്കളുടെ ഇടയിലേക്ക് വിനയാന്വിതനായി എഴുന്നള്ളിയ യേശുനാഥൻ ഇന്ന് ദിവ്യകാരുണ്യമായി നമ്മുടെ ഹൃദയങ്ങളിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്നു. ഒലിവ് ചില്ലകൾ വീശി രക്ഷകനെ വരവേറ്റ ജനങ്ങളെപ്പോലെ നമുക്കും നമ്മുടെ ഹൃദയങ്ങൾ പുണ്യങ്ങളാൽ അലങ്കരിക്കാം. പാപത്തിൻ്റെ പൊടി നീക്കി വിശുദ്ധിയുടെ വെൺവസ്ത്രം വിരിച്ച് ഹൃദയവീഥികൾ ശുദ്ധമാക്കാം. നിറഞ്ഞ സ്നേഹത്തോടെ ഈശോയെ നമുക്ക് സ്വീകരിക്കാം. നിഷ്കളങ്കരായ ശിശുക്കളെ പോലെ നമുക്കും ആർത്തുപാടാം. ഹോസാന, കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവനും ഇസ്രായേലിൻ്റെ രാജാവുമായവൻ വാഴ്ത്തപ്പെട്ടവൻ.